നമ്മുടെ SSCയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അതെന്താണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്താണ് യോഗ്യത, മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും. ഇതിലെ സബ് ഇൻസ്പെക്ടർ പോലുള്ള ഒരുപാടധികം പോസ്റ്റുകൾ ആർമഡ് ഫോഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻ, അതായത് പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ ഇതിൽ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CRPFന്റെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേരിയസ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പോസ്റ്റുകളാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് കാര്യങ്ങൾ മുഴുവൻ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന യോഗ്യത ഉണ്ടെങ്കിൽ, കുറച്ച് ഹയർ ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് SSCന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റേഴ്സ് എക്സാമിനേഷൻ 2025 ആണ്. ഇതിന്റെ അപേക്ഷ തുടങ്ങി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ. ഏകദേശം 5/6/2025 മുതൽ 26/6/2025 വരെ, അതായത് ജൂൺ മാസം 26 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണം. പിന്നെ ഫീസ് അടക്കാൻ എക്സ്ട്രാ ഒരു ദിവസം കൂടി നൽകുന്നുണ്ട്. 27/6/2025 വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാൻ സാധിക്കും. അപേക്ഷയിൽ തെറ്റ് വരുത്താതെ അപേക്ഷിക്കുക. ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കുക, അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ, വീഡിയോ കണ്ട് മനസ്സിലാക്കി പ്രോപ്പറായി നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ തെറ്റ് വരില്ല. നമ്മളത് മുമ്പ് തെളിയിച്ചൊരു കാര്യം തന്നെയാണ്. എന്തായാലും എന്തെങ്കിലും ഒരു തെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും ഒരു ചേഞ്ചോ കാര്യങ്ങളോ വരുത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യവും നൽകുന്നുണ്ട്. 1/7/2025 മുതൽ 2/7/2025 വരെ തെറ്റ് തിരുത്താം. പക്ഷേ അവിടെ എക്സ്ട്രാ ഫീസ് അടക്കേണ്ടി വരും. ഇവിടെയുള്ള ഈ ഫീസ് എല്ലാവരും അടക്കേണ്ട, അത് ഞാൻ മുമ്പോട്ടേക്ക് പറയാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പേപ്പർ 1 എക്സാമിനേഷൻ. 2 ഘട്ട പരീക്ഷയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേപ്പർ 1 എക്സാമിനേഷൻ 12 ഓഗസ്റ്റ് 2025 നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അതായത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഇവിടെ പോസ്റ്റ് കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ABC ഇങ്ങനെ ഒരു പോസ്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ് പോസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സാലറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം എല്ലാ പോസ്റ്റുകൾക്കും 35,400 മുതൽ 1,12,400 വരെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസറാണ്. അപ്പോൾ അത് JTO ഇൻ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് സർവീസിലേക്കുള്ള ഒരു നോട്ടീസ്, അതായത് CSO LS എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടീസ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്കുള്ള പോസ്റ്റാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് JTO മറ്റൊരു പോസ്റ്റ് കാണാൻ സാധിക്കും. അത് ഇൻ ആർമഡ് ഫോഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് AFHQയിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്, പോസ്റ്റിലേക്കുള്ള ഒരു വിജ്ഞാപനമാണ് ഇവിടെ B കോഡിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അടുത്ത പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ. അതുപോലെ തന്നെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേഷൻ ഓഫീസർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ മാത്രം വന്നത് കാണാൻ സാധിക്കും. ഇനി വേരിയസ് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷനിലേക്കെല്ലാമാണ് വിളിച്ചിട്ടുള്ളത്. അടുത്ത പോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ വന്നിട്ടുണ്ട്, സീനിയർ ട്രാൻസ്ലേറ്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ വേരിയസ് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് വിവിധങ്ങളായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇത് വിളിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് സാലറിന്റെ റേഞ്ച് കാണാൻ സാധിക്കുന്നതാണ്. 44,900 മുതൽ 1,42,400 വരെയാണ് അവിടെ ശമ്പളം പറയുന്നത്. അതുപോലെ സബ് ഇൻസ്പെക്ടർ, നമ്മുടെ ഇതാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്ക് SI സബ് ഇൻസ്പെക്ടറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന പോസ്റ്റാണ്, അതൊന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ABC എന്ന് പറയുന്ന ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കോഡ് നിങ്ങൾ ഏതെങ്കിലും പോസ്റ്റിന് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ആ കോഡ് ഓർത്തിരിക്കുക. മുമ്പോട്ടേക്ക് ആ കോഡ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, യോഗ്യതയൊക്കെ പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 437 ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ അത് കൂടാതിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. മേ ബി അത് കൂടാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ, യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഏജ് ലിമിറ്റിലേക്ക് കിടക്കാം. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏജ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്, അതായത് സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ട് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള കൊടുത്ത കാണാൻ സാധിക്കും. CRPFയിലേക്കാണ്. അപ്പോൾ അതിന് പറഞ്ഞിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് 18 to 30 വയസ്സ് വരെ അപേക്ഷിക്കാം. 25/6/1995 അതുപോലെ തന്നെ 26/6/2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. മറ്റുള്ള എല്ലാ പോസ്റ്റുകൾക്കും അപേക്ഷിക്കാനുള്ള യോഗ്യതയും 18 to 30 വയസ്സ് വരെ തന്നെയാണ്. പക്ഷേ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് CRPFയിലേക്കുള്ള ഒരു പോസ്റ്റ്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണത്. ബാക്കിയുള്ളത് നോർമൽ ട്രാൻസ്ലേറ്റർ അങ്ങനെയുള്ളൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു മിനിസ്റ്റേറിയൽ ആ ഒരു രീതിയിൽ വരുന്നത് കൊണ്ടാണ് സെപ്പറേറ്റ് ഏജും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് എഴുതിയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്.
എന്തായാലും അതിൻ്റെയും ഏജ് ഏകദേശം വരുന്നത് 2/8/1995 മുതൽ 1/8/2007 വരെ. ഈ ഒരു ഡേറ്റിലോ അല്ലെ ഇതിൻ്റെ ഇടയിലോ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ SC/STക്ക് 5 വർഷം വീണ്ടും പ്രായത്തിലിളവ് നൽകപ്പെടുന്നുണ്ട്, 35 വരെ അപേക്ഷിക്കാം. OBCക്ക് 3 വർഷത്തെ പ്രായത്തിലിളവ് വീണ്ടും നൽകപ്പെടുന്നുണ്ട്, 33 വരെ അപേക്ഷിക്കാം. ഇങ്ങനെ നമുക്ക് സിമ്പിൾ ടേമിൽ ഈ കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി, വിദ്യാഭ്യാസ യോഗ്യത, ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതിന് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. 1/8/2025 മുൻപാകം ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഡിഗ്രി ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ വിജയിച്ചു എന്നുള്ള തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, ലൈക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് പോലുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയാകും. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോഡ് A മുതൽ C വരെയുള്ള, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. A മുതൽ C വരെയുള്ള കോഡുകൾ, അതായത് ആ പോസ്റ്റുകൾക്കെല്ലാം, അതേതാ പോസ്റ്റ് ഒന്നും കൂടി ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നോക്കാം. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേഷൻ ഓഫീസർ, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ തുടങ്ങിയ പോസ്റ്റുകൾ. ഇത് വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉൾപ്പെടെ വിളിച്ചിട്ടുള്ള പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി അല്ലെങ്കിൽ എലക്റ്റീവ് സബ്ജക്റ്റ് ഓർ ദി മീഡിയം ഓഫ് എക്സാമിനേഷൻ അറ്റ് ദി ഡിഗ്രി ലെവൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് എ കമ്പൽസറി എലക്റ്റീവ് അല്ലെങ്കിൽ എലക്റ്റീവ് സബ്ജക്റ്റ് ഓർ ആസ് ദി മീഡിയം ഓഫ് ദി എക്സാമിനേഷൻ അറ്റ് ദി ഡിഗ്രി ലെവലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ ഹിന്ദി ഇംഗ്ലീഷ് അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കാര്യമാണല്ലോ. ഹിന്ദി ഇംഗ്ലീഷ് എലക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ ഒരു എക്സാമിനേഷൻ മീഡിയം ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്തിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ മാസ്റ്റേഴ്സ് ഡിഗ്രീൻ്റെ കൂടെ ഡിപ്ലോമ ട്രാൻസ്ലേഷനിലൊക്കെ ഉള്ളവർക്ക്, ഹിന്ദി ട്രാൻസ്ലേഷൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കുക. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള യോഗ്യത അതിന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കാം. നിങ്ങൾ പഠിച്ച ക്വാളിഫിക്കേഷൻ ആകുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ പോസ്റ്റ് കോഡ് ഇവിടെ കാണാൻ സാധിക്കും. എന്ന് പറയുന്ന പോസ്റ്റ് കോഡ് സബ് ഇൻസ്പെക്ടറാണ്, അതായത് CRPFിലേക്ക് വിളിച്ചിട്ടുള്ള പോസ്റ്റാണ്. സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത് യൂണിഫോം പോസ്റ്റാണ്. എന്തായാലും യൂണിഫോം പോസ്റ്റാണ്. സോ എന്തായാലും ഇതിന് അപേക്ഷിക്കേണ്ട യോഗ്യത എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി തന്നെയാണ് പറയുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആണ് കേട്ടോ. ആസ് എ കമ്പൽസറി ആയിട്ടോ നിർബന്ധിതമായിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എലക്റ്റീവ് സെലക്ട് ചെയ്യുന്നത് പോലുള്ള സബ്ജക്റ്റ് ആയിട്ടോ, അതും അല്ലെങ്കിൽ എന്ത് ചെയ്യുക ആസ് എ മീഡിയം ഓഫ് എക്സാമിനേഷൻ അറ്റ് ദി ഡിഗ്രി ലെവൽ. ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ ഒരു കമ്പൽസറി ആയിട്ട് ഹിന്ദി ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പൽസറി എലക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഹിന്ദിയിൽ ഇതെന്ത് ചെയ്യാം, ഇത് ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സാമിനേഷൻ മീഡിയം ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും അപേക്ഷിക്കാം. അത് തന്നെയാണ് ഇവിടെയൊക്കെ പറയുന്നത്. നേരത്തെ പറഞ്ഞ അതേ ഒരു മെത്തേഡിലാണ് പറയുന്നത്. പക്ഷേ ഇതിലൊരു മാറ്റം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇതൊരു യൂണിഫോം പോസ്റ്റാണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞത്. അല്ലാണ്ട് ക്വാളിഫിക്കേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ല മുകളിൽ, ആ സെയിം സംഭവം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മാസ്റ്റേഴ്സ് ഡിഗ്രീൻ്റെ കൂടെ ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. നേരത്തെ പറഞ്ഞ അതേ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം. അത് നേരത്തെ പറഞ്ഞ ഹിന്ദി ഇംഗ്ലീഷ് അതേ മെത്തേഡിൽ തന്നെ. പിന്നെ റെക്കഗ്നൈസ്ഡ് പിന്നെ ഡിപ്ലോമ അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് മാസ്റ്റേഴ്സ് ഡിഗ്രീൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെ ഈ പറഞ്ഞ യോഗ്യത അല്ലെ ഇതിൻ്റെ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് മതി. നേരത്തെ പറഞ്ഞ അതേ ക്വാളിഫിക്കേഷൻ. പക്ഷേ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് ഇത് കുറച്ച് അഡീഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഒക്കെ വേണം. അതുകൊണ്ട് സെപ്പറേറ്റ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്ന് എടുത്ത് മാറ്റി പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. എന്തായാലും ക്വാളിഫിക്കേഷൻ ഇവിടെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നേരത്തെ പറഞ്ഞ അതേ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണോ, അത് തന്നെയാണ് കേട്ടോ സബ് ഇൻസ്പെക്ടറിനും വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ വേണം. അത് തന്നെയാണ് പറയുന്നത് എല്ലാ ഡിഗ്രി ലെവലിൽ. പിന്നെ നിങ്ങൾ എക്സാമിനേഷൻ മീഡിയം ആയിട്ടോ അങ്ങനെ ഉണ്ട്. ട്രാൻസ്ലേഷൻ പോസ്റ്റ് ആണല്ലോ, അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കുന്നവർക്ക് ആൺകുട്ടികളാകുമ്പോൾ അത് SIൻ്റെ ആണ്, സബ് ഇൻസ്പെക്ടർ CRPFിൻ്റെ ആണ്. അപേക്ഷിക്കുന്ന സമയത്ത് 165 സെൻറ്റിമീറ്റർ ഉയരം വേണം ആൺകുട്ടികൾക്ക്. പെൺകുട്ടികളാകുന്ന സമയത്ത് വനിതകൾക്ക് 155 സെൻറ്റിമീറ്റർ ഉയരം മതി. അതുപോലെ തന്നെ ST ഉദ്യോഗാർത്ഥികളാകുന്ന സമയത്ത് 162.5 സെൻറ്റിമീറ്റർ ഉയരം ആൺകുട്ടികൾക്കും 150 സെൻറ്റിമീറ്റർ ഉയരം വനിതകൾക്കും ആവശ്യമാണ്. ചെസ്റ്റ് ആൺകുട്ടികൾക്ക് 77 സെൻറ്റിമീറ്റർ വേണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 82 സെൻറ്റിമീറ്റർ ആക്കാൻ പറ്റണം. ST ഉദ്യോഗാർത്ഥിയാകുമ്പോൾ 76 വേണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81 ആക്കാൻ സാധിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പോസ്റ്റ് കോഡ് D. അത് സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, അതുപോലെ തന്നെ സീനിയർ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന പോസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇവിടെ എന്ത് ക്വാളിഫിക്കേഷനാണോ പറഞ്ഞത് ആ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇവിടെയും പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് എന്ത് വേണം, മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം, അതിൻ്റെ കൂടെ ഡിപ്ലോമ ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇതോ അങ്ങനെ
ഏതെങ്കിലും ഒരു യോഗ്യത, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ ഹിന്ദി ഇംഗ്ലീഷോട് കൂടി വേണം, കമ്പൽസറി ആയിട്ടോ അല്ലെങ്കിൽ എലക്റ്റീവ് ആയിട്ടോ വേണം, അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സാമിനേഷൻ ആയിട്ട് ഡിഗ്രി ലെവലിൽ വേണം, അതല്ലെങ്കിൽ ഈ ഒരു യോഗ്യത. പിന്നെ ഇതെടുത്ത് സെപ്പറേറ്റ് ആയിട്ട് പറയാനുള്ള കാരണം നേരത്തെ നമ്മൾ മുകളിൽ പറഞ്ഞൊക്കെ ജൂനിയർ പോസ്റ്റാണ്, അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് SI യൂണിഫോം പോസ്റ്റാണ്. ഇതെന്ന് പറയുന്നത് സീനിയർ പോസ്റ്റാണ്, സീനിയർ ലെവലാണ്. ഇതിൻ്റെ പേ സ്കെയിലും കാര്യങ്ങളിലൊക്കെ മാറ്റേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ യോഗ്യത ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ, നിങ്ങൾ പഠിച്ച യോഗ്യതയാണെങ്കിൽ ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് പറഞ്ഞു പോകുമ്പോൾ അതിന് സമയം എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ പഠിച്ച പോസ്റ്റുകൾ, അതായത് പഠിച്ച യോഗ്യതകൾ ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അനായാസത്തിൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ SSCൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഇതിന് അപേക്ഷിക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. SSCൻ്റെ വെബ്സൈറ്റിൽ മുമ്പ് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ ഒരു പോസ്റ്റ് കോഡ് ഉണ്ട്, ആ പോസ്റ്റ് കോഡ് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ABCD, ആ പോസ്റ്റ് കോഡ് പ്രിഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. നമ്മുടെ GDKയിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏത് വേണം നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. അതുപോലെ നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അതുപോലെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളത് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിന് 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു അപേക്ഷാ ഫീസ് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വുമൺ കാൻഡിഡേറ്റ്സ്, SC ST ഉദ്യോഗാർത്ഥികൾ ഇവരൊന്നും ഈ ഒരു ഫീസ് അടക്കേണ്ട. ജനറൽ OBC EWS വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളായിരിക്കും ഫീസ് അടക്കേണ്ടതായിട്ട് വരിക എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേരള, കർണാടകത്തിൻ്റെയൊക്കെ, കേരള, ലക്ഷദ്വീപ്, ഇവിടെ നിന്നാണ് നമ്മുടെ വീഡിയോ കൂടുതലും കാണാനുള്ള സാധ്യത. ഇപ്പം ഇംഗ്ലീഷിലും കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും കേരള, ലക്ഷദ്വീപിലുള്ള എങ്ങനെയാണ് എക്സാം സെൻറ്റേഴ്സ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ണൂർ, കോട്ടയം, അതുപോലെ കോഴിക്കോട്, തിരുവനന്തപുരം, അതുപോലെ എറണാകുളം, കൊല്ലം, പിന്നെ തൃശ്ശൂർ, പിന്നെ ഇത് നമ്മുടെ ലക്ഷദ്വീപിലുള്ള സ്ഥലമാണ്. ലക്ഷദ്വീപ് ഈ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നമുക്ക് പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയും സ്ഥലത്താണ് നമുക്ക് പരീക്ഷകൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പരീക്ഷേൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേപ്പർ 1 എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പാണ്, അവിടെ എന്തൊക്കെ വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ജനറൽ ഹിന്ദി, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഈ 2 സാധനങ്ങളാണ് വരുന്നത്. 2 ക്വസ്റ്റ്യൻസ് ഈ ഒരു സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പേപ്പർ 2ലേക്ക് അടയ്ക്കാൻ ഡിസ്ക്രിപ്റ്റീവാണ്, നമ്മൾ എഴുതണം. നമ്മുടെ ട്രാൻസ്ലേഷൻ തന്നെയാണ് കാര്യം. ട്രാൻസ്ലേഷൻ ആൻഡ് essay ആണ് അതിൽ കൂടുതൽ വരുന്നത്, എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ അതൊരു പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൻ്റെ നേച്ചർ പോലുള്ള ചോദ്യങ്ങളൊക്കെയാണ് അവിടെ നമ്മുടെ ഇതിൽ മൊത്തം എക്സാമിൽ മൊത്തം വരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് പ്രോപ്പറായി നമ്മളെ ഫോളോ ചെയ്താൽ മാത്രം മതി.